ഡൽഹിയിൽ 4 നില കെട്ടിടം തകർന്നു വീണ അപകടത്തിൽ 2 പേർ മരിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വടക്ക് കിഴക്കൻ ഡൽഹിയിൽ ഇന്ന് രാവിലെ 7 മണിയോടെയാണ് അപകടമുണ്ടായത്. 14 മാസം പ്രായമുള്ള ഒരു ആൺകുട്ടി, 4 പുരുഷന്മാർ, 3 സ്ത്രീകൾ ഉൾപ്പെടെ 8 പേരെ ഇതുവരെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. ഇവരെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കുഞ്ഞിനെ GTB ആശുപത്രിയിലും മറ്റുള്ളവരെ JPC ആശുപത്രിയിലുമാണ് ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 10 പേരടങ്ങുന്ന ഒരു കുടുംബം കെട്ടിടത്തിൽ താമസിച്ചിരുന്നതായും നാട്ടുകാർ പറയുന്നുണ്ട്. തകർന്ന കെട്ടിടത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ മാറ്റി പ്രദേശവാസികളാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. രാവിലെ 7 മണിയോടെ വീട്ടിലായിരുന്നപ്പോൾ ഒരു വലിയ ശബ്ദം കേട്ടുവെന്നും എല്ലായിടത്തും പൊടി നിറഞ്ഞിരുന്നുവെന്നും അയൽവാസി മാധ്യമങ്ങളോട് പറഞ്ഞു. എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് അറിയില്ലെന്നും പക്ഷേ 10 പേരടങ്ങുന്ന ഒരു കുടുംബം അവിടെ താമസിക്കുന്നുണ്ടായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്നും കെട്ടിടം തകരാനുണ്ടായ കാരണം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നും അധികൃതർ അറിയിച്ചു. ഏപ്രിൽ ആദ്യം ഡൽഹിയിലെ മുസ്തഫാബാദിൽ 4 നില കെട്ടിടം തകർന്നു വീണ് 4 പേർ മരിക്കുകയും 13 പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ അപകടമുണ്ടായിരിക്കുന്നത്.